ഷിബു മീരാൻ, ഞാൻ അങ്ങയിലേക്ക് പോയതിന് ശേഷം ഇവിടെ വേളയ്ക്ക് പോകാമെന്ന് കരുതുന്നു. കാര്യം സമയം വല്ലാതെ വൈകി. എനിക്കറിയാം, അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം നേരത്തെ ഈ ചർച്ച ഈ വഴിക്ക് പോയതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇതിനകത്ത് പിന്തുണ വേണ്ടത്ര ശക്തിയില്ല എന്ന മട്ടിലാണ് CPM-ൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ ഗവർണർ പ്രതിപക്ഷവും ഭരണപക്ഷവും നടത്തുന്നത് അനാവശ്യമായൊരു വിവാദമാണെന്നും ഒരു കെട്ടുകഥയാണെന്നുമാണ് ഇപ്പോൾ ആക്ഷേപിച്ചിരിക്കുന്നത്. മറുപടി അഡ്വക്കേറ്റ് ഷിബു മീരാൻ. CPM-ൻ്റെ പ്രതിനിധി ആദ്യം പറഞ്ഞ കാര്യത്തിന് ഡോക്ടർ അരുൺകുമാർ ഞാൻ അവസാനം മറുപടി പറയാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ച, ഇപ്പോൾ BJP പ്രതിനിധി താങ്കൾ ദീർഘനേരം സംസാരിച്ചപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, ഇതെവിടെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എന്നാണ്. ഡോക്ടർ അരുൺകുമാർ, നമുക്കറിയാം നമ്മുടേത് ഭരണഘടനാപരമായി നിലവിൽ വന്ന ഒരു രാജ്യമാണ്. നമുക്ക് കൃത്യമായ ദേശാതിർത്തികളുണ്ട്, കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ദേശീയ പതാക നമുക്കുണ്ട്. ഈ രാജ്യത്തെ ഒരു പൗരൻ ആ ചിഹ്നങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. ഇപ്പോൾ എന്തു തന്നെ പറഞ്ഞാലും ഈ പതാക ഉയർത്തുന്ന ആർലേക്കറുടെ വീട്ടിലല്ലല്ലോ. രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥാപനമാണ്. അവിടെ ഉയർത്തിയിട്ടുള്ള ഈ ഭാരതാംബയുടെ ചിത്രത്തിലെ ആ പതാക, അവിടെ കാണുന്ന അതിൻ്റെ ഭൂപടം, അത് ത്രിവർണ്ണ പതാകയല്ലാത്ത കശ്മീരില്ലാത്ത ഒരു പതാക ഒരു പരിപാടിയിൽ ഉപയോഗിക്കുന്നത് ചുരുങ്ങിയ അളവിൽ രാജ്യദ്രോഹമാണ്. രണ്ടാമത്തേത്, നമ്മളിപ്പോൾ അതിൽ കാണുന്ന ഭൂപടം, ഒറ്റൊരു കാര്യം ഞാൻ പറയാം, വിശദമായ എത്രത്തോളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഡോക്ടർ അരുൺകുമാർ, താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് BJP പ്രതിനിധിയോട് ചോദിച്ചു. നമ്മൾ എന്താണ് ലോകത്തോട് പറഞ്ഞത്? നമ്മൾ പറഞ്ഞ ഒരു കാര്യം, മറ്റൊരു രാജ്യത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി, രാജ്യം എന്ന് പറഞ്ഞാൽ പുരാണത്തിലെ രാജ്യമല്ല കേട്ടോ, ഭരണഘടന ഭൂപടങ്ങൾ അനുസരിച്ച് നിലനിൽക്കുന്ന ആധുനിക ലോകത്തെ ആധുനിക ദേശരാഷ്ട്രങ്ങളാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ആകാശ അതിർത്തി പോലും ഞങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ ഭീകരാ കേന്ദ്രങ്ങളെ മുഴുവൻ ആക്രമിച്ചത് നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ്. ഇവർ കാണിക്കുന്ന ഈ ഭൂപടത്തിൽ ഒന്ന് കശ്മീരില്ലാത്ത ഒരു ഭൂപടം ഒരു പൊതുസ്ഥലത്ത് വേണ്ട, ഒരു സ്വകാര്യ സ്ഥലത്ത് മറ്റേതെങ്കിലും ഐഡന്റിറ്റി ഉള്ള ഒരാൾ പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇവരെന്തു പറയുമായിരുന്നു എന്ന ചോദ്യം ഇന്നത്തെ ഇന്ത്യയിൽ പ്രസക്തമാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ പാകിസ്ഥാനുമായി നമ്മളൊരു ഫൈറ്റിലാണെന്ന് പറയാം. ശ്രീലങ്ക നമ്മുടെ സുഹൃത്ത് രാജ്യമല്ലേ, മ്യാൻമർ നമ്മുടെ സുഹൃത്ത് രാജ്യമല്ലേ, നേപ്പാൾ നമ്മുടെ സുഹൃത്ത് രാജ്യമല്ലേ, അഫ്ഗാനിസ്ഥാൻ പോലും ഇപ്പോൾ നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. എൻ്റെ ചോദ്യം, നിങ്ങൾ ഗവർണറുടെ രാജ്ഭവനിൽ ഈ ഭൂപടം പ്രദർശിപ്പിക്കുമ്പോൾ ഈ രാജ്യങ്ങളെ, ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന ഈ ആധുനിക ദേശരാഷ്ട്രങ്ങളെ RSSന്റെ അഖണ്ഡ ഭാരതം പുലരാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങോട്ട് കയറി ആക്രമിച്ച് കീഴടക്കണം എന്ന് ഈ രാജ്യം തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ തീരുമാനം നിങ്ങൾ എവിടെയാണ് എടുത്തത്? അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ പറഞ്ഞു വിട്ട് ലോകത്തോട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണോ? ഈ ചോദ്യത്തിനൊക്കെ വസ്തുനിഷ്ഠമായി BJPയുടെ പ്രതിനിധി ഇവിടെ മറുപടി പറയണം. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ രാജ്യത്തിൻ്റെ ഭൂപടമുണ്ട്, എൻ്റെ നികുതി പണം കൊണ്ട് രാജ്ഭവനിൽ കഴിയുന്ന ഗവർണർ വച്ചിട്ടുള്ള ആ ഭൂപടം ഏതു രാജ്യത്തിൻ്റെ, അതിൻ്റെ അതിരുകൾ ഏതൊക്കെ, അത് ആര് വരച്ചു? ഞങ്ങളുടെ ചെലവിൽ കഴിയുന്ന ഗണർക്ക് എൻ്റെ പ്രാണനെ പോലെയുള്ള രാജ്യത്തിൻ്റെ ഭൂപടം മാറ്റി വെക്കാൻ എന്തവകാശം? അതിൽ കാണുന്ന ചിത്രം ഏതാണ്? ആ ചിത്രം ആരാണ് വരച്ച? മറുപടി ഒന്നും പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ കുറേ പറഞ്ഞു, ML ശർമ്മ, അതേപോലെ തന്നെ DJ ദീക്ഷിത്, ഇങ്ങനെ കുറേ പേർ വരച്ച ചിത്രങ്ങളുണ്ട്. ഇതിൽ DJ ദീക്ഷിതിൻ്റെ ചിത്രത്തിൻ്റെ അനുകരണങ്ങളാണ് RSS ഏറ്റെടുത്തത്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ നമ്മൾ മലയാളികളാണല്ലോ, രാജാ രവിവർമ്മ ഇതുമായി ബന്ധപ്പെട്ട് 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ ഒക്കെ കയ്യിൽ എൻ്റെ രാജ്യത്തിൻ്റെ പതാകയുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന്, റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് ഈ രാജ്യം ഭരിച്ച വ്യത്യസ്ത പാർട്ടികളിൽ പെട്ട പ്രധാനമന്ത്രിമാർ അഭിമാനത്തോടെ ചെങ്കോട്ടയിൽ ഉയർന്നു പാറുമ്പോൾ 140 കോടി ഇന്ത്യക്കാരൻ ഹൃദയത്തോട് കൈചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുന്ന എൻ്റെ രാജ്യത്തിൻ്റെ പതാക, ഞാൻ കൂടി പൗരനായ, എന്നെപ്പോലെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്ന 146 കോടി പേർക്ക് തുല്യാവകാശമുള്ള ഇന്ത്യ, ആ ഇന്ത്യയുടെ പതാകയായ ആ ത്രിവർണ്ണ പതാക നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് മാറ്റി? ഈ തോന്നിയാസത്തിന് നിങ്ങൾക്ക് ആര് ധൈര്യം തന്നു? ഇതാണ് BJPയോടുള്ള മറുപടി. ഒരൊറ്റ മിനിറ്റ് കൂടി ഡോക്ടർ അരുൺകുമാർ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണ്. ഈ തോന്നിയാസം ചെയ്ത ആൾ തിരിച്ചറിയുന്നു, ഈ കേരളത്തിലെ മുഴുവൻ പാർട്ടികളും എനിക്കെതിരാണ്, എന്നെ എതിർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം ഗവർണറാണെങ്കിൽ
രാജ്ഭവൻ RSS കാര്യാലയമാക്കി ഗവർണർ മാറ്റുന്നതായിരുന്നു ഈ നാട് ഭരിക്കുന്ന സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ശരിയായ അജണ്ടയെങ്കിൽ കേരളം ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം കൊടുക്കേണ്ടിയിരുന്ന സമയത്ത്, ശിവൻകുട്ടിയെ പോലും ഞങ്ങൾ അഭിനന്ദിച്ച സമയത്ത് CPM-മായി ബന്ധം കൂടിയതിൻ്റെ കഥ പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാല് മുറിഞ്ഞ് 72 മണിക്കൂർ തികയുന്നതിന് മുൻപ് അദ്ദേഹം മറ്റൊരു കഥയുമായിട്ട് വരികയാണ്. ഞാൻ ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരൊറ്റ മിനിറ്റ് കൂടി, എനിക്ക് സമയം വേണ്ട ഡോക്ടർ അനിൽകുമാർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു ലേഖനം വായിച്ചു. ആ ലേഖനം അനുസരിച്ച് നേരത്തെ കൃഷിമന്ത്രിയുടെ കാര്യത്തിൽ ആ പരിപാടി സർക്കാർ അങ്ങോട്ട് പോയി സംഘടിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരു മിനിറ്റ് കമ്മ്യൂണിക്കേഷൻ നടന്നു. ഈ ഫോട്ടോ കണ്ടപ്പോൾ ഇതേതാണ് ഫോട്ടോ എന്ന് ചോദിച്ചു. അബദ്ധമാണ് എന്ന് കണ്ടപ്പോൾ CPI മന്ത്രിമാർ പോയില്ല. പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചരിത്ര ക്ലാസ് എടുത്തല്ലോ നമുക്ക്. ആ ചരിത്ര ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി അങ്ങോട്ട് ആവർത്തിക്കില്ല എന്ന് ഗവർണർ ഒരു വാക്കാൽ ഉറപ്പ് കൊടുത്തിരിക്കുന്നു. ആ ഉറപ്പ് വിശ്വസിച്ച് ശിവൻകുട്ടി മന്ത്രി അവിടെ ചെന്നപ്പോൾ ഭാരതാംബ അവിടെ ഹാജരാണ്, ഇറങ്ങിപ്പോന്നു. ഞാൻ ശിവൻകുട്ടി ഒരൊറ്റ ചോദ്യം എനിക്ക് CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ ചരിത്ര ക്ലാസ് ചാനലിൽ വന്നിരുന്ന് ഞങ്ങൾക്കെടുക്കുന്നതിന് പകരം ഈ RSS-ന്റെ അജണ്ട രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് ഒരു വരി കത്ത് ഒരാഴ്ച കഴിഞ്ഞാലെങ്കിലും ഈ ഗവർണർക്ക് എഴുതാനുള്ള തന്റെ ഇടം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിച്ച് ഏമ്പക്കം വിട്ടിട്ട് ഈ കേരളത്തിലെ ചാനൽ സ്റ്റുഡിയോകളിലല്ല നിങ്ങൾ ഇത് പറയേണ്ടത്. നിങ്ങൾ ഇത് ഗവർണറുടെ മുഖത്ത് നോക്കി പറയണം. ഒരു ഇടവേളയ്ക്ക് ശേഷം പദ്ധതികളിലേക്ക് Debate with Dr. Arun Kumar.